ഞങ്ങളങ്ങനെ ഞാൻ പായസം വെക്കി മറ്റുള്ള ബീഫ് വരട്ടി എടുത്തതുണ്ട്. എന്റെ കുഞ്ഞിക്കൈന്ന് ഇതുപോലത്തെ സ്മോൾ വേണം. പിന്നെ ഇങ്ങനെ കേറുന്നതാകുമ്പോ സുഖല്ലേ, വെള്ളം വല്ലാതെ ഉള്ളിലേക്ക് കയറൂല. ജാസ്മിൻ കുട്ടിയും ഷൈദയൊക്കെയാണ് എന്നെ പണ്ട് പഠിപ്പിച്ചത്. പണ്ട് ഞാനും ചെലവുകയായിരുന്നു. വീട്ടിലൊക്കെ നമുക്ക് എടുക്കാനും ഇങ്ങനെ ഇടാനും പുറത്ത് ജസ്റ്റ് കാഷ്വലായിട്ട് പോകാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടോ. ഒരു കവറുള്ളൂ. ഓ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കണേ. കണ്ടോ, ആഹാ, ഞാൻ വീഡിയോ ഉണ്ടാക്കിയപ്പോൾ വെളിച്ചം ഇങ്ങനെ അവിടുന്ന് ഇരച്ചു വന്നു. ഇന്ന് നമ്മളുടെ വീട്ടിലേ സുലും ജാസ്മി കുട്ടിയൊക്കെ ഉണ്ട്. നാളെയാണ് നമ്മൾ പറഞ്ഞ തൂതയിലത്തെ കല്യാണം കേട്ടോ. ഷൈത്താൻ്റെ അളിയൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിന് പോകുന്നുണ്ട്. അപ്പോൾ ജാസ്മി കുട്ടി മുന്നോടിയായിട്ട് ഒരു 4 ദിവസം പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. സൂല് ഇന്ന് പാക്ക് ചെയ്ത് പോകും കേട്ടോ. ജാസ്മിൻ കുട്ടി പഴയ പോലെയല്ല, ബിസികളായി. അപ്പോൾ ഒന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ബീഫ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. മമ്മി ഇവിടെ നിന്ന് ഇന്നൂസിൻ്റെ തല മെനയാക്കൽ ചടങ്ങായിട്ട് എടുത്തിരിക്കും. കാരണം അവൾ ഇടയ്ക്കല്ലേ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഓയിലൊക്കെ ഉണ്ടാക്കും. ഇന്നുമോളുടെ തല ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതാണ് ഇന്ന് ഉമ്മാക്ക് പണി. അപ്പോൾ എല്ലാവരും ഓരോ തിരക്കിലായതുകൊണ്ട് ഇന്ന് ബീഫ് ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ 5 മിനിറ്റ് വൈകി. അപ്പോൾ വാപ്പ ബീഫ് എടുത്ത് കുക്കറിലിടും. അതിൻ്റെ മുന്നേ ഞാൻ പോയി കുക്കറിൽ. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച ചുരിദാറാണ്. ഇത് ഞാൻ ഈ വീഡിയോ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചുരിദാർ ഇത് വെറും 450 രൂപയുള്ളൂ. ഷോപ്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം. ഇത് ടാഗ് ചെയ്ത് കൊടുക്കുക. ഇത് വാങ്ങിച്ചോട്ടെ, രസമുണ്ട്. പക്ഷേ പാൻറ്റിന് കുറച്ച് ഇങ്ങനെ സാധാരണ പാൻറ്റ് പോലല്ല. അതുപോലെ ഇങ്ങനെ ഈ ടോപ്പിൻ്റെ കൂടെ നിൽക്കുന്ന പാൻറ്റിൽ ഇങ്ങനെയാണ്. വീട്ടിലൊക്കെ നമുക്ക് എടുക്കാനും ഇങ്ങനെ ഇടാനും പുറത്തുനിന്ന് ജസ്റ്റ് കാഷ്വലായിട്ട് പോകാനൊക്കെ നല്ല സാധാരണ ചുരിദാർ പോലെയല്ല. വീട്ടിൽ നമുക്ക് ഈ സമ്മറിൽ ഇടാൻ നല്ല സുഖം. നമുക്ക് ഇനി അധികം വൈകിട്ട് കിച്ചണിൽ പോവാം. ഇത് ഞാൻ തലേ ദിവസം ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോ ആയിരുന്നു കേട്ടോ. അതായത് ഇന്നുമോൾക്ക് കുറേ കാലത്തിന് ശേഷമാണ് 3 ദിവസമൊക്കെ അടുപ്പിച്ച് ലീവ് കിട്ടുന്നത്. അപ്പോൾ എന്നാലും അവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജാസ്മി കുട്ടിയുണ്ട്. നെച്ചിത്തൊക്കെ വരാൻ പറ്റിയില്ല കേട്ടോ, അനുമോൾക്ക് ലീവ് കിട്ടാത്തതുകൊണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ അളിയൻ്റെ വീട്ടിൽ കല്യാണം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോവാം. അങ്ങനെയൊക്കെ കുറേ പ്ലാനിങ്ങിലാണ് എല്ലാവരും. അപ്പം ഞാൻ അവർ വരുന്നതിൻ്റെ മുന്നേ കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പൊറോട്ട ചിക്കൻ കറി ആക്കാം രാത്രി എന്ന് വിചാരിച്ചു. ഏതെന്നിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ SLC തോൽക്കുന്ന വീഡിയോ ഒക്കെ കണ്ടത് എന്താ നിന്റെ ഉദ്ദേശം? ഓ, വന്നതാ. SLC തോറ്റാലും നമ്മൾ അവരെ ആശ്വസിപ്പിച്ച് വിടണമെന്നാ പറഞ്ഞ. പുറത്തിരിക്കുമ്പോഴാണ് കുറച്ചെങ്കിലും സുഖം. ചൂടെടുത്തിട്ട് അകത്തില്ലേ ഫുൾ AC-ലിരിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ സുലത്തും ഇന്നൂസും സായിക്കുട്ടിനൊക്കെ വന്നു കേട്ടോ. കുറേ കാലം ഇന്നുമോളെ ഒന്ന് ഒഴിഞ്ഞു കിട്ടിയിട്ട് എപ്പോഴും ഇന്ന് വരെ നാളെ പോവുക അങ്ങനെയായിരുന്നു. അപ്പോൾ 2 ദിവസം അടുത്ത് കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു കേട്ടോ എല്ലാവരും. എങ്ങനെയാണല്ലോ ചിക്കൻ കറി? സൂപ്പർ. മുന്നെന്ന് പറഞ്ഞാൽ ഈ ഷെഫ് കൂട്ടൻ, ഉണ്ണിമോന്, ഇന്നുമോള്, അനുമോള് അതൊരു ഗ്യാങ് ആയിരുന്നു. അവർ വരിക, അവരെ കൂടെ എങ്ങോട്ടെങ്കിലൊക്കെ പോവുക. അവരില്ലാതെ എങ്ങനെയാണെന്നുള്ളത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഇടങ്ങറായിരുന്നു. ഇപ്പം 4 ഭാഗത്തായി. അത് വലിയൊരു മിസ്സിങ് കേട്ടോ. ഇന്നുവിനുള്ള സ്പെഷ്യൽ ഓയിൽ ഇവിടെ റെഡി ആവുന്നുണ്ട്. നല്ല മിന്റ് ഇസൂക്കാണ് ഞങ്ങൾ ഇവിടെ തേച്ച് കൊടുക്കാറ്. നല്ല പേനൊക്കെ പോവാനും ഇതിന് മിന്റിന്റെ സ്മെല്ലിന് കേട്ടാലേ ഇത് മതി. ഒരുപാടാക്കാൻ പറ്റില്ല. അപ്പൊക്കെ ഉണ്ടാക്കണം നല്ലത്. ആ ഫ്രഷ് സ്മെല്ലിന് വേണം. വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഇങ്ങനത്തെ ഇട്ടാൽ മതി അല്ലേ. ഒന്നിട്ട് ചൂടായിട്ടാ നല്ലൊരു സ്മെല്ല് ഇങ്ങനെ വരും. ഓക്കെ, ഇന്നിപ്പോ ഇസുക്കല്ല, ഇന്ന് ഇന്നൊരു തലയിലാണ് പ്രയോഗം. ഇന്നസിന്റെ തല അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ജാസ്മിൻകുട്ടി നാളെ ഇറക്കാനുള്ള എന്തോന്ന് കുപ്പിയിലായിക്കൊണ്ടിരിക്കുന്നത്. പച്ചക്കറി മുറിക്കേണ്ട സമയത്ത് വീഡിയോ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി മുറിക്കാൻ തരാനില്ല, അപ്പൊ വീഡിയോ മുറിക്കാം. എന്തോ നാളെ കനത്തിൽ വരാണ്ട്. ഉമ്മച്ചിന്റെ ടൂൾസ് നല്ല മരച്ചീർപ്പ് സ്പെഷ്യലായിട്ടൊക്കെ ഇറക്കി ഇൻവെസ്റ്റിന് വേണ്ടിയിട്ട്. ഏതൊക്കെ സെറ്റപ്പ് നല്ല പുട്ടും മുട്ടക്കറിയും എടുത്ത് കഴിച്ചോ. ഞാൻ ഇവിടെ ബീഫ് ഉണ്ടാക്കി. ബീഫ് ഉണ്ടാക്കിയില്ല, ബീഫ് ഉണ്ടാക്കാം. ഓ, അപ്പം ഇതിന് പുട്ടും ബീഫും കഴിക്കാൻ തന്നെ ആഗ്രഹിച്ചു കഴിച്ചു. ചോറൊക്കെ വെച്ച് റെഡി ആക്കിക്കണേ. ഇനി ബീഫും കുമ്പളങ്ങ കറി ഉണ്ടാക്കണം.
ബീഫ് നാടൻ രീതിയിൽ വെക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഭയങ്കര മസാലയൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഇന്നുമോളും പറഞ്ഞു വരട്ടിൻ്റെ കുറച്ച് മുകളിലും ഡ്രൈൻ്റെ കുറച്ച് താഴെയും ആ കൺസിസ്റ്റൻസി വേണമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ബീഫ് നന്നായിട്ട് കഴുകിയിട്ട് ഉപ്പും മഞ്ഞളും കുരുമുളകും ചേർത്തൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. അതിനുശേഷം ഈ വെല്ലുള്ളി തക്കാളി അതൊന്നും ഇല്ല കേട്ടോ. നല്ല വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി ഇത് മൂന്നാണ് മെയിനായിട്ട് വേണ്ടത്. ചെറിയ ഉള്ളി ഒരുപാട് വേണം. എത്രമാത്രം ചെറിയ ഉള്ളി ഉണ്ടോ അത്രമാത്രം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കുനുകുന അരിയാണ്. വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നന്നായിട്ട് കഴുകിയിട്ട് ചതച്ചെടുത്താൽ മതി. അത്ര വലിയ സുഖം ഏർപ്പാടെന്നല്ല. ഇതാകുമ്പോ ഈസി ആയിട്ട് കഴിയും. വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്. ജാസ്മിൻ കുട്ടിയും ഷൈദയൊക്കെയാണ് എന്നെ പണ്ട് പഠിപ്പിച്ചത്. പണ്ട് ഞാനും ചെലവുകയായിരുന്നു. സാധാരണ അല്ലല്ല സുഖം. സാധാരണ ഞാൻ പായസം ഉണ്ടാക്കുമ്പേ എന്റെ അമ്മച്ചിനെ കൊണ്ട് തേങ്ങ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ ചീത്ത പേരുണ്ട്. എന്നിട്ട് കഷ്ടപ്പെട്ട് പായസം ഉണ്ടാക്കിയാലും അതിന്റെ തേങ്ങാപ്പാൽ ഉണ്ടാക്കി ആ കടിക്കുമ്പോ കൊണ്ടുപോകും. ഞാൻ ആർക്കും കൊടുക്കില്ല. അതെ, ഇപ്രാവശ്യം തേങ്ങ ഞാൻ സ്വന്തമായി വെട്ടിപ്പൊളിച്ച് പാലാക്കും പറഞ്ഞിട്ട് പായസം ഉണ്ടാക്കും. കഴുകുമായിരിക്കില്ലേ തേങ്ങ? നോക്കട്ടെ. അത് തേങ്ങ കഴുകിയെടുക്കുക. തേങ്ങാപ്പാൽ പായസം കാണിച്ചു തരാം. എന്റെ കോൺസെപ്റ്റ് ഒക്കെ ആക്ച്വലി ഇത് നൈറ്റ് ഡ്രസ് ആണ്. ഇപ്പൊ നല്ല ചൂടായതുകൊണ്ട് ഇന്നൂസ് ഇത് മോർണിംഗ് ഡ്രസ് ആക്കി. ഓക്കെ, ഇന്നലെ ആ മാലശേഖരത്തിൽ കൈയിട്ട് കളിച്ചപ്പോഴും എനിക്കറിയായിരുന്നു മിക്കവാറും പലതും മിസ്സാവുന്നുള്ളത്. ഇവിടെ ഒരുമാതിരി മരുമക്കള് വീട്ടിൽ വന്ന പോലെയാണ് അത്ര കല്യാണം കഴിച്ചിട്ട്. നാത്തുമാര് വീട്ടിൽ വന്ന പോലെ ഇങ്ങനെ നോക്കുക. ഇവിടെ മാ കൊടുക്കാണ്ടോ ഇത് കുനുകുന അരിഞ്ഞിട്ടാണല്ലേ? അല്ലെങ്കിൽ മിക്സി തെറിക്കും. ഇപ്പൊ ഞാൻ മിക്സി കളത്തി ചീത്ത പേര് എനിക്കൊരു സുഖം കിട്ടില്ല. ഇത് കണ്ടിട്ടൊക്കെ ഇന്നലെ പുട്ട് കഴിക്കാൻ നേരത്ത് പുട്ടില്ല, പുട്ട് ക്ഷാമത്തിൽ ഇഷ്ടംപോലെ പുട്ടുണ്ടാക്കിയാൽ ബാക്കി. എന്റെ അമ്മേ ഭയങ്കര ചൂട് ഗായ്സ്. ഇതൊരു ചൂടാണ്. പാലക്കാടാണ് ടോപ്പ് ചൂട്. വിയർത്ത് ഇങ്ങനെ ഒലിക്കാണ്. എന്നെ കണ്ടാ മനസ്സിലാവും. അതെ, കൊച്ചിയിൽ നല്ല ഒന്നാമത് ചൂടാണ്. പാലക്കാടോ ചൂടുമ്പോ കൊച്ചിത്തെ അവസ്ഥ അങ്ങ് ഊഹിക്കാം. നാളെ ഷൈത്താന്റെ വീട്ടിലെ കല്യാണം. എന്താവും ഗായ്സ്? അതെ, സുലു ചിലപ്പോ അതിവിദഗ്ധമായി മുങ്ങും. പിന്നെ കല്യാണത്തിന് പോയി ആമിക്കുട്ടിനെ കാണാലോ, അതുവഴി തൂതേ പോവാലോ എന്നുള്ള ഇതുകൊണ്ട് ഞങ്ങൾ ചൂടൊക്കെ അങ്ങോട്ട് സഹിക്കും. ബീഫ് ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ നല്ല വെളിച്ചെണ്ണയിലേക്ക് ആദ്യം കുറച്ച് നമ്മൾ ഈ കറുവാപ്പട്ട, ഏലക്ക, പിന്നെ നമ്മുടെ ഗ്രാമ്പൂ, അത് പിന്നെ കുറച്ച് വലിയ ജീരകം ഉണ്ട് കേട്ടോ. അതൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ധാരാളമായിട്ടുള്ള ചെറിയുള്ളി ഇടാം. എന്നിട്ടൊന്ന് വഴറ്റിയിട്ട് പിന്നെ വേപ്പിലിടാം. പിന്നെ ഇതായി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ബീഫ് കോരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി നമ്മൾ മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, ഗരം മസാല കുറച്ചൊരു ഫ്ലേവറിന് മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് എല്ലാം മിക്സ് ആക്കുക. പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് കുറച്ച് നേരം ആ പൊടി വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നല്ല സ്കിഡിലൻ ബീഫ് വരട്ടിയതായിരിക്കും കേട്ടോ. ഞാൻ കഴിഞ്ഞെന്ന് വിചാരിച്ചാ കുറച്ചുകൂടി അടിയിൽ നിന്ന് മുഴുത്തെണ്ണം കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇന്നലെ അഭിനയിച്ചതാണോ ഈവനിങ്ങിൽ? ജാസ്യാമ്പ മാങ്ങ ചുരണ്ടൊന്ന് പോടുന്നു. കിച്ചണാകെ ഭൂകമ്പായി. ഗസ്റ്റിനൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം. കറി ഏകദേശം ആയി. കറി തോന്നി കേട്ടോ. അതാ ഉണക്കമുളകില്ലാതെ എങ്ങനെ ഇടത്തട്ടായിട്ട് വലത്തട്ടായിട്ട് ബീഫ് എങ്ങനെയായിട്ട് ബീഫിനോ വരട്ടുമ്പോ അങ്ങോട്ട് വിടും ചെയ്ത് ഡ്രൈ ആയിട്ട് ആയും ചെയ്തില്ല. ആകെ അടുക്കളയിൽ ഓടലിൻ്റെ ഒരു ബ്ലർ വേണ്ടിയാണ്. ചൂടായ ജ്യൂസ് കട്ടുണ്ടായിരുന്നു രാസിറ്റ. ഫാറ്റാ.
അതിന് ഇതുണ്ടേ എന്തെങ്കിലും ബ്ലൗസ് കുറ്റല്ലേ ബ്ലൗസ് എന്തെങ്കിലും പണി വേണ്ടേ പാത്രം കഴുകളാണ് പിന്നെ ഗ്ലൗസും വെള്ളവും നല്ല വിമ്മും പറപ്പിക്കും നമ്മൾ. എന്റെ കുഞ്ഞിക്കൈന് ഇതുപോലത്തെ സ്മോൾ വേണം. പിന്നെ ഇങ്ങനെ കേറുന്നതാകുമ്പോ സുഖല്ലേ, വെള്ളം വല്ലാതെ ഉള്ളിലേക്ക് കയറൂല. ടാഗ് ചെയ്ത് വെക്കാല്ലേ. കഴിഞ്ഞോ ഫൈനലാ? അല്ലല്ലോ, ഇത് ശർക്കര ഒഴിച്ച് ശർക്കര ഇളക്കി ഇളക്കി വന്ന് ഇനി ഒന്നാം പാൽ ചേർത്തൊരു ഒരിളക്കലും കൂടെ ഉണ്ട്. എന്താണ് നമ്മളെ അവസ്ഥ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്താണ് പായസം പായസം അടിച്ച് കെണ്ടിയായി അതിന്റെ ഇടയിൽ കൂടി എഡിറ്റ് ചെയ്ത് ക്ഷീണിച്ച് തട്ടിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മളെ പാൽ. പായസത്തിന്റെ ടേസ്റ്റ് കൂടുന്ന മെയിൻ സാധനം നമ്മളെ ഒന്നാം പാലാണ്. 3 തേങ്ങന്റെ വേണമെങ്കിൽ വിളിച്ചു. അതെ, അളിയന് സുൽത്താന്റെ പായസത്തിന്റെ ഒരു ഫാനായി. പായസത്തിന്റെ എന്തോ കല്യാണം അങ്ങനെ ഇതിങ്ങനെ ഇങ്ങോട്ട് കുറുകി വരും ഒരു വരവ്. പിന്നെ എന്റെ കറവേട്ട ഒന്നും വേണ്ട. ഞങ്ങൾ കുടുംബത്തിൽ എത്തി. അങ്ങനെ ഞങ്ങള് ചാടി പാടിപ്പോയിട്ടേ ഞങ്ങളങ്ങനെ ഞാന് പായസം ഉണ്ടാക്കി. മറ്റുള്ള ബീഫ് വരട്ടി എടുത്തതുണ്ട്. പഴയ രാഷ്ട്രീയ യൂട്യൂബർ ആയിരിക്കണു. അത് രാവിലെ അത് ഇവിടെ ഞങ്ങള് ഉച്ചച്ചോട്ടം സംസാരിക്കുന്നത്. പിന്നെ ഞങ്ങള് നല്ല ചൂടായതുകൊണ്ട് എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. മറ്റേ ചുരിദാറൊക്കെ മെച്ചൊക്കെ ആയിട്ടുണ്ടല്ലോ. അതെ, അതിനൊന്നും ഇപ്പൊ വയ്യ. ഇവിടുത്തെ നല്ല തികച്ചു കിട്ടിയിരിക്കുന്നു. ഇപ്പൊ യൂട്യൂബറായപ്പോ കുറച്ച് കൂടെ പാലക്കാട് ഒരുക്കാണ്. അല്ല, എന്റെ കുട്ടി പിന്നില് ഒന്നും ഉണ്ടാതിരിക്കുന്നത് അത് ഡ്രസ്സൊക്കെ ചോദിക്കാം, ഇത് ലിങ്ക് ഏതാ നബിലാമ? അപ്പൊ ഞാൻ പറഞ്ഞു ലിങ്ക് ഒന്നും വേണ്ട. അപ്പൊ ഞാൻ അറിയാത്ത പോലെ കിടന്നു. ലിങ്ക് ഞാൻ അയച്ചതാന്നൊക്കെ പറഞ്ഞു. അതൊന്നും ലിങ്ക് ഒന്നും ചോദിക്കണ. അതിപ്പോ നാട്ടു മന്മാര് വന്ന പോലെയാണ് ഇപ്പൊ ഇവിടെ കൂടെ കൊണ്ടുപോകാൻ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. നോക്കുള്ള ഇൽമ അതിന് വട്ടക്കൂടി നിൽക്കല്ല. ചോറും ബീഫും കുമ്പളങ്ങ കറിയും. ശേഷം ഞങ്ങൾ അച്ചാറും. എന്നിട്ട് ഞങ്ങൾ AC-ലേക്ക് അങ്ങ് പോകും. അതോടുകൂടി സലാമത്തായി. അതിന്റെ ഇപ്പൊ തന്നെ പറഞ്ഞ പായസം കുടിച്ച് ഞങ്ങൾ ഫ്ലാറ്റ് പിന്നെ അതെ, ഞങ്ങൾ പഴയ ആൾക്കാർ, പഴയ കല്യാണം മതിയാണ്. മുഖം ഇങ്ങനെ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. അമ്മ ചൂട് കുട്ടി ചോറ് വിളമ്പുന്നുണ്ടോന്ന് അറിഞ്ഞ സ്ഥലത്ത് ഇനി ഒന്നും നോക്കില്ല. അതൊന്നും റെസിപ്പി ഉണ്ട്. ജാസ്മിന്റെ ചാനലിൽ ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കാം അല്ലേ? സെറ്റ് ആവേണ്ട ആവശ്യം പോലും ഇല്ല. ടേസ്റ്റ് ഈ ഇന്നുമ്പോൾ കൊച്ചി കൊണ്ടാവുന്നതിന്റെ ദേശത്തില് ഇവിടെ തിന്നു. ഞാൻ സ്വലം എപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടെ. ഞാൻ 71 അവൾ 72. ഞങ്ങൾ ഒപ്പാകാൻ 72. ഇപ്രാവശ്യം ഞാനത് 72 ദിവസം 73 ഇങ്ങനെ ഗ്രാമിന്റെ വ്യത്യാസം. ഞങ്ങൾ എപ്പോഴും അങ്ങനെ കട്ടക്കട്ടൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് ഈ പായസം കൂടി കുടിച്ച് ആ AC-ലാണ് കിടന്നതേ ഓർമ്മയുള്ളൂ. ബോധം കെട്ടുപോയി. ഒന്നാമത് രാത്രിയൊക്കെ കുറേ നേരം സംസാരിച്ചിരുന്നു. എപ്പോഴോ ആണ് ഉറങ്ങിയത്. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഉറക്കക്ഷീണമാണല്ലോ. അതിൽ കൂടി പായസം കുടിച്ചപ്പോഴേ കിളി പോയി കേട്ടോ. പിന്നെ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ഈവനിങ് ആണ് എണീറ്റത്. ഇപ്പോൾ അസൂട്ടൻ ജിമ്മിൽ പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് പിന്നെ മസിൽ ബിൽഡ് ചെയ്യാനൊന്നുമല്ല, ആൾക്കൊന്ന് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്. അവനവൻ്റെ പപ്പൻ്റെ വീട്ടിൽ
കൂട്ടുകാരൊക്കെ പോലെ നല്ല ഹൈറ്റും സൈസൊക്കെ ഉള്ള ഒരു ബോഡി ടൈപ്പാണ്. അപ്പം അവനക്ക് തോന്നുന്നു ഇങ്ങനെ ഫിറ്റ് ആവണം എന്ന് വിചാരിച്ചിട്ട് അവൻ ഈവനിങ് ഇവിടെ പട്ടാമ്പിള്ള ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതാൾ പോയി വന്നിരിക്കുകയാണ്. പിന്നെ ഇന്നൂസ് ഇതാ ഐബ്രോസൊക്കെ ത്രെഡ് ചെയ്യാനും ക്ലീനപ്പ് ചെയ്യാനൊക്കെ പോയി, അവളും പോയി വന്നിട്ടുണ്ട്. ഇതിനൊക്കെ പോകണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. മാക്സിമം വീട്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് കംഫർട്ടായിട്ട് ഇരിക്കലാണ് ഞങ്ങളുടെ പണി. പിന്നെ രാത്രി ആയപ്പോൾ നമുക്ക് പിറ്റേ ദിവസം കല്യാണം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരും എൻ്റെ ഡ്രസ്സ് തരച്ചു. കവറുള്ളൂ അത് ഗൗണാന്ന് കാണിച്ചു നിർത്തി കാണിച്ചെന്ന് പറഞ്ഞിട്ട് ഇവിടെ മോളിലാണ്. ഇതൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്ത് കൊണ്ടുവെക്കുന്നതാണ്. അതാണ് ഇങ്ങനെ കവറിൽ പാക്കായിട്ടിരിക്കണേ. അങ്ങനെ എന്തായാലും ഡ്രസ്സൊക്കെ എല്ലാവർക്കും സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരുവിധം. ഇനി ഞങ്ങൾ നാളെ കല്യാണത്തിന് പോണ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ ബൈ.